അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ പരിശുദ്ധമായ റജബ് മാസത്തിൽ നിന്നും ഷഅബാൻ മാസത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അല്ലേ. അല്ലാഹു തആല പരിശുദ്ധമായ ഷഅബാൻ മാസത്തിലും റമളാൻ മാസത്തിലും ഒരുപാട് ഇബാദത്തുകൾ ഇഖ്ലാസോട് കൂടി ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ അമലുകളും അല്ലാഹു തആല പരിപൂർണമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞു വന്നത് ഷഅബാൻ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. വെറും ചുരുങ്ങിയ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താ ഹദീസിലുള്ളത്? റജബുൻ ഷഹ്റുല്ലാഹ് വ ശഅബാനു ഷഹ്രി വ റമളാനു ഷഹ്റു ഉമ്മത്തി. അതായത് റജബ് മാസം അത് അള്ളാഹുവിന്റെ മാസമാണ്. അതുപോലെ തന്നെ ഷഅബാൻ മാസം അത് എൻ്റെ മാസമാണ്. റമളാൻ മാസം എൻ്റെ ഉമ്മത്തികളുടെ മാസമാണ്. ഇത് പറയുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതും വഫാത്തായതും പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ്. അപ്പൊ പിന്നെങ്ങനെയാണ് ഈ ഷഅബാൻ മാസം എൻ്റെ മാസമാണ് എന്ന് പറയാൻ കാരണം? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലണം എന്നുള്ള ആയത്ത് ഇറക്കിയ മാസം പരിശുദ്ധമായ ഷഅബാൻ മാസത്തിലാണ്. നമ്മൾ സാധാരണ കേൾക്കുന്ന ആയത്തുണ്ടല്ലോ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിശ്ചയമായും അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും സ്വലാത്തും സലാമും ചൊല്ലുകയാ മുഅ്മിനീങ്ങളെ എന്ന് അല്ലാഹു തആല കൽപ്പിച്ച ആ ആയത്ത് ഇറങ്ങിയത് പരിശുദ്ധമായ ഷഅബാൻ മാസത്തിലാണ്. ആരാ പറഞ്ഞത് ഈ ഷഅബാൻ മാസത്തിലാണ് ആ പരിശുദ്ധമായ ആയത്ത് ഇറങ്ങിയത് എന്ന്? നമുക്കൊന്നും തെളിവില്ലാതെ പറയാൻ കഴിയില്ലല്ലോ അല്ലെ. ബഹുമാനപ്പെട്ട ഇമാം സഖാവി റളിയല്ലാഹു അൻഹു, ആരാ ഇമാം സഖാവി റളിയല്ലാഹു അൻഹു? മഹാനവറുകളുടെ മുഴുവൻ പേര് അൽ ഇമാമുൽ അല്ലാമ അൽ ഹാഫിദ് ഷംസുദ്ദീൻ അബുൽ ഖൈർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് ബിൻ അബീ ബക്കർ ബിൻ ഉസ്മാൻ ബിൻ മുഹമ്മദ് സഖാവി. ഇതാണ് മഹാനവറുകളുടെ മുഴുവൻ പേര്. മഹാനവറുകള് അവിടുത്തെ അൽ ഖൗലുൽ ബദീ എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. ആ കിതാബിലാണ് ഈ ആയത്ത് പരിശുദ്ധമായ ഷഅബാൻ മാസത്തിലാണ് ഇറങ്ങിയത് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ഷഅബാൻ മാസത്തിന്റെ പേര് തന്നെ ഒരു പ്രത്യേകതയുള്ള പേരാണ്. അതായത് നമ്മൾ അറബിയിൽ എഴുതുമ്പോൾ ഷഅബാൻ, ഷീന്, ഐന്, ബാ, അലിഫ്, നൂന്, ഈ ഷഅബാൻ എന്നുള്ള 5 അക്ഷരങ്ങൾ അത് ഓരോ വാക്കുകളെ പ്രതിനിധീകരിക്കുന്നു. അതായത് ആദ്യത്തെ ഷീന് എന്നുള്ള ആ ഒരു അക്ഷരം അത് ഷറഫ്, പ്രാധാന്യമുള്ള മാസം എന്നുള്ളതാണ്. ആ മാസത്തിന്റെ ഷറഫിനെയാണ് നമ്മളോട് കൽപ്പിക്കുന്നത്, നമ്മളോട് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഐന്, രണ്ടാമത്തെ ഐന് എന്ന് പറഞ്ഞാൽ ഒൽവ്, മേലെയാവുക. മേലെയാവുക എന്ന് പറഞ്ഞാലും ഇതേ പരിശുദ്ധമായ മാസത്തിന്റെ ഉയർച്ചയാണ് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനൊക്കെ ആയത്തിറങ്ങിയ മാസം എന്ന് പറയുമ്പോൾ ചെറിയ പ്രത്യേകതയല്ലല്ലോ. അതുപോലെ തന്നെ ബാ എന്ന് പറഞ്ഞെങ്കിൽ ബർറ്, ഗുണം ചെയ്യുക. ആ മാസത്തിൽ അല്ലാഹു തആല ഗുണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളും മറ്റുള്ള ആളുകൾക്ക് ഗുണം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അലിഫ്, ബാഇനെ നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫ്, ഉൽവത്ത്, ഇണക്കം. എല്ലാ ആളുകളോടും നമ്മൾ ഇണക്കം കാണിക്കണം. ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ഇണക്കം കാണിക്കണം എന്ന്. അതുപോലെ തന്നെ അവസാനത്തെ നൂന്, നൂറ്, പ്രകാശം, ചൈതന്യം. ഇതാണ് ആ 5 അക്ഷരങ്ങളുടെയും ഓരോ വാക്കുകൾ പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ തന്നെ റമളാൻ മാസത്തിനെ കുറിച്ച് പറഞ്ഞത് റമളാനു ഷഹ്റു ഉമ്മത്തി, റമളാൻ എൻ്റെ ഉമ്മത്തികളുടെ മാസമാണ്. എവിടെ നോക്കിയാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തികളെ വിട്ട് കളിച്ചിട്ടില്ല. എപ്പോഴും ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി. ആ മരണമാസന്നമായി കിടക്കുന്ന സമയത്ത് പോലും അവിടെ നിന്ന് ചിന്തിച്ചത് എൻ്റെ ഉമ്മത്തി ഉമ്മത്തി എന്നായിരുന്നു.
അത്രത്തോളം ഈ ഉമ്മത്തികൾക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ച, എത്രത്തോളം കഷ്ടപ്പാടുകളാണ് അവിടുന്ന് സഹിച്ചിട്ടുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് പോലും ആ ഹിജ്റ പോകേണ്ടി വന്നു. അതുപോലെ തന്നെ പല യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ട് അവിടുന്ന് ഷറഫാക്കപ്പെട്ട മുമ്പല്ല് പൊട്ടിയിട്ട് രക്തം വന്നിട്ടുണ്ട്. അതുപോലെ ത്വായിഫിലേക്ക് പോയപ്പോൾ അവിടെ നിന്നുള്ള ഭ്രാന്തന്മാരെയും കുട്ടികളെയും ഉപയോഗിച്ച് കല്ലെറിഞ്ഞാട്ടി ഓടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയായിരുന്നു? ഉമ്മത്തികളാകുന്ന നമുക്ക് വേണ്ടി. എന്നിട്ടും ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചില ബുദ്ധിശൂന്യന്മാർ പറയുന്നത് സാധാരണ മനുഷ്യനാണ്, അറബികളുടെ ഇടയിൽ ജീവിച്ചിരുന്ന അറബി പയ്യനാണ് എന്നൊക്കെയാണ്. അല്ലാഹു തആല കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സാധാരണ മനുഷ്യനല്ല എന്ന് പറയാൻ വേണ്ടി അല്ലാഹു തആല ഇറക്കിയ ആയത്തിനെ തന്നെ ആയത്ത് കള്ളന്മാര് കട്ടിട്ട് പകുതി അർത്ഥം വെച്ചിട്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ, നബിയെ തങ്ങൾ പറയുക, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്, എന്നിലേക്ക് വഹി അറിയിക്കുന്നുണ്ട്. ഇത് പറയാൻ വേണ്ടി അല്ലാഹു തആല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിച്ച ആയത്തിനെ തന്നെ അതിന്റെ അർത്ഥം മാറ്റിവെച്ചിട്ട്, അതായത് നബിയെ നിങ്ങൾ പറയുക, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു സാധാരണ മനുഷ്യനാണ്. സാധാരണ എന്ന് അവിടെ അർത്ഥമില്ല. ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ് എന്നാ പറഞ്ഞ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ മലക്കല്ല, ഞാൻ ജിന്നല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ ഒരു മനുഷ്യനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനാണ്, എന്നാൽ സാധാരണ മനുഷ്യനല്ല. ഇവര് ഈ കള്ളന്മാർ അർത്ഥം വെക്കുന്നത് ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ എന്നാണ്. അതിനുശേഷം വരുന്ന യൂഹാ ഇലയ്യ, എന്നിലേക്ക് വലിയ ഈ വഹി എന്ന് പറയുന്നുള്ള ആ ഒരു പദവി എനിക്ക് ലഭിക്കുന്നുണ്ട്, അത് പറഞ്ഞു കൊടുക്കുന്നില്ല. സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരു നാട്ടു നടപ്പിനനുസരിച്ച് ഞാനൊന്ന് പറയട്ടെ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടൊന്നും യാതൊരു ബന്ധിപ്പിക്കുന്നതല്ല. അവിടത്തേക്കൊന്നും നമുക്കൊന്നും ബന്ധിപ്പിക്കാൻ കഴിയില്ല. ഞാൻ സാധാരണ പറയാണ്, നമ്മുടെ നാട്ടിലുള്ള വലിയൊരു പദവിയിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു DGP, ഇങ്ങനെയുള്ള വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാള് ഒരുപാട് ആളുകൾ കൂടിയ സ്ഥലത്ത് നിന്ന് പറയാണ്, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ ഒരു സാധാരണ മനുഷ്യനാണ് എന്നതിന് അർത്ഥമുണ്ടോ? ഇല്ല. അദ്ദേഹം വലിയൊരു പദവിയിലിരിക്കുന്ന ആളാണ്, എന്നാലോ അദ്ദേഹം മനുഷ്യനുമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെയല്ല. ഇവിടെ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മനുഷ്യനാണ്, എന്നാലോ സാധാരണ മനുഷ്യനല്ല. എന്നാൽ ഇവിടെ സാധാരണ മനുഷ്യനെന്നും പറഞ്ഞ് അർത്ഥം വെച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ഒരിക്കലും വീണു പോകരുത്, ഒരിക്കലും അതിൽ പെട്ടുപോകരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത് നമുക്ക് വേണ്ടിയാണ്. നാളെ മഹ്ശറയിലെത്തുമ്പോ അവിടുത്തെ കയ്യിൽ നിന്നും നമുക്ക് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കണം. ആ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ പോകുമ്പോ പോടാ എന്നും പറഞ്ഞ് ആട്ടി ഓടിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. അതിനെന്ത് വേണം? അതുപോലെയുള്ള ആളുകളെ ഒഴിവാക്കി നിർത്തണം. നമ്മളെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റൂല. കാരണം അവരോട് സലാം പോലും പറയാൻ പാടില്ല. എന്തിനാണ് അവരോട് സലാം പറയുന്നത്? സലാം പഠിപ്പിച്ച ഹബീബ്, നമ്മുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച ഹബീബ്, അല്ലാഹു തആല പോലും നമുക്ക് ഹബീബായി തന്ന ഹബീബ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, അല്ലാഹു തആല ഒരാൾക്കും കൊടുക്കാത്ത അത്രയും വലിയ പദവിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രാ മിഅ്റാജിന്റെ അന്ന് കൊടുത്തത്. അതായത് മുഖാമുഖം നിന്നുകൊണ്ട് സംസാരിച്ചു. ഒരാൾക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വഹി കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ അവര് മുഖാമുഖം നിന്ന് സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമും അല്ലാഹു തആലയും ഒരു പരിധി വിട്ടിട്ടാണ് നിൽക്കുന്നുള്ളത്, അവര് മുഖാമുഖം നിൽക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇസ്രാ മിഅ്റാജിന്റെ അന്ന് ഒരു പരിധിയിലെത്തിയപ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ.
സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബിയെ, ഇനി നിങ്ങൾ പോയിക്കോ, ഇനി എനക്ക് അലൗഡില്ല, എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല. കാരണം ഇത് ഹബീബിനെ ചേർത്ത് പിടിക്കുന്ന സമയമാണ്. അങ്ങനെ ആ മുഖാമുഖം നിൽക്കുന്ന സമയത്ത് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ തരാം. അത്രയും വലിയ ഒരു അവസരത്തില് ആ സമയത്ത് എന്തും ചോദിക്കാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാമായിരുന്നു, എനിക്ക് ഒരു മരണം വേണ്ട പടച്ചോനെ, അതുമല്ല ഈ ലോകം ഇങ്ങനെ ഭരിച്ചുകൊണ്ട് ലോകത്തിന്റെ ഒരു രാജാവായിട്ട് എനിക്ക് വാഴണം. എന്തേ ചോദിച്ചാൽ കൊടുക്കൂലേ? അല്ലാഹു തആല എന്തും കൊടുക്കും. കാരണം എന്താ? ഈ ലോകം മൊത്തം പടച്ചത് അല്ലാഹു ആണ്. ലോകം മുഴുവനും അള്ളാന്റെ കയ്യിലാണ്. അതങ്ങനെ തന്നെ കൊടുത്താൽ മതി. അല്ലാഹു തആല കൊടുക്കുകയും ചെയ്യും, കാരണം ഹബീബാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ? പടച്ചോനെ, എന്റെ ഉമ്മത്തികളോട് നീ കരുണ ചെയ്യണേ അല്ലാഹ്. എന്താ? എന്റെ ഉമ്മത്തികളോട് നീ കരുണ ചെയ്യണേ റബ്ബേ. നമ്മളോട് ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ നമ്മുടെ വല്യപ്പന്മാരോ ആരെങ്കിലും നമ്മളോട് ചോദിക്കാണ്, എനിക്ക് വലിയ സമ്പാദ്യമുണ്ട്, ഒരുപാട് സ്വത്തുണ്ട്, ഒരുപാട് വാഹനങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയാം? അവരിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എന്താണോ അതായിരിക്കും നമ്മൾ ചോദിക്കുക, അല്ലെ? എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞില്ലേ, ആ കാണുന്ന മല നിങ്ങൾക്ക് ഞാൻ സ്വർണ്ണമാക്കി തരട്ടെ നബിയെന്ന്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? അവർ എപ്പോഴും അവിടുന്ന് ജീവിച്ചത് നമുക്ക് വേണ്ടിയായിരുന്നു, ഉമ്മത്തികൾക്ക് വേണ്ടി. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് സ്നേഹിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ മക്കയിലും മദീനയിലും പോയിട്ട് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. അവിടുന്ന് പഠിപ്പിച്ചതാണ്, മൻ സാറ ഖബ്രി വജബത് ലഹു ശഫാഅത്തി. എന്റെ ഖബർ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ നാളെ അവർക്ക് എന്റെ ശഫാഅത്ത് നിർബന്ധമായി. ആ ഖബർ നമുക്കൊന്ന് സിയാറത്ത് ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.